ഇന്ന് നമുക്ക് എപ്സം സാൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റിനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ ഇത് ചെടികളിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും ഇത് ഉപയോഗിക്കേണ്ട രീതിയും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. ഒരു ചെടിയുടെ വിത്തിൽ തുടങ്ങി അത് വളർന്ന് വലുതായി പൂവും കായയും ഒക്കെ ആയിത്തീരുന്നത് വരെ ഈ എപ്സം സാൾട്ട് നമുക്കിതിൽ ഉപയോഗിക്കാം. പ്രകൃതിദത്തമായ ഒരു സംയുക്തമാണ് എപ്സം സാൾട്ട്. ഇംഗ്ലണ്ടിലെ എപ്സം എന്ന സ്ഥലത്തു നിന്നും മണ്ണിൻ്റെ അടിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഉപ്പുപാറ കഷ്ണങ്ങളാണ് എപ്സം സാൾട്ട്. നമ്മൾ സാധാരണ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ് പോലെ തന്നെ ഇതും വെള്ളത്തിൽ എളുപ്പം അലിഞ്ഞു പോകുന്ന ഒന്നാണ്. ഇനി നമുക്ക് എപ്സം സാൾട്ട് ഒന്ന് കാണാം. ഇതാണ് എപ്സം സാൾട്ട്. ഇത് ശരിക്കും പഞ്ചസാര തരികൾ പോലെയാണ് കാണുന്നത്. ഇനി നമുക്കിത് ലയിപ്പിക്കാം. ഒരല്പം മാത്രം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുകയാണ്. കണ്ടില്ല, എപ്സം സാൾട്ട് ഇതിൽ നന്നായിട്ട് ലയിച്ചിട്ടുണ്ട്. ഇതിൽ ചെടികൾക്ക് ആവശ്യമായ മഗ്നീഷ്യവും സൾഫേറ്റും അടങ്ങിയിരിക്കുന്നു. മുളപ്പിക്കാനായിട്ട് വെച്ച വിത്തുകൾ ട്രേയിലോ മണ്ണിലോ പാകിയ ശേഷം ലയിപ്പിച്ച് വെച്ച എപ്സം സാൾട്ട് അതിലേക്ക് സ്പ്രേ ചെയ്യുക. ഇതുവഴി എല്ലാ വിത്തുകളും ഒരേപോലെ മുളയ്ക്കുകയും ഒരേ പൊക്കം വയ്ക്കുകയും ചെയ്യും. ഇതിനായി 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1/2 ഗ്രാം എപ്സം സാൾട്ടാണ് ചേർക്കേണ്ടത്. വിത്തുകൾ പാകുമ്പോൾ മുതൽ എപ്സം സാൾട്ട് കൊടുക്കുന്നതിനാൽ തൈകൾ കൂടുതൽ ശക്തിയോടെ വളരുകയും വേരുപടലങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്നു. വിത്തുകൾ മുളച്ചുണ്ടായ തൈകൾ മാറ്റി നട്ട ശേഷം വേര് പിടിച്ച് പുതിയ ഇലകൾ വരുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അളവ് 1 ലിറ്ററിൽ 1 ഗ്രാമാണ്. സാധാരണ കൃഷി ചെയ്യുമ്പോൾ NPK വളങ്ങൾ നൽകാറുണ്ട്. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് എന്നിവയാണ് NPK വളങ്ങൾ. ഏത് കൃഷിക്കും അത് ആവശ്യ ഘടകങ്ങളാണ്. എങ്കിലും മഗ്നീഷ്യവും സൾഫറും കാൽസ്യവും ചെടികൾക്ക് വേണം. കൂടെ മറ്റ് മൈക്രോ ന്യൂട്രിയൻറ്റുകളും ചെടികൾക്ക് കിട്ടേണ്ടതുണ്ട്. എപ്സം സാൾട്ടിൽ അടങ്ങിയ മഗ്നീഷ്യം ചെടികളുടെ ചുവട്ടിലുള്ള പ്രാഥമിക മൂലകങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നു. കൂടുതൽ പ്രകാശത്തെ ചെടികൾക്ക് ആഗിരണം ചെയ്യാനും ഹരിതകം നിലനിർത്താനും സാധിക്കുന്നു. എപ്സം സാൾട്ട് കൊടുത്ത ചെടികൾക്ക് കൂടുതൽ പച്ചപ്പ് കാണാം. മണ്ണിലെ നൈട്രജൻ വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സൾഫർ ആവശ്യമാണ്. ചില സ്ഥലങ്ങളിലെ മണ്ണ് മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്സം സാൾട്ട് കൊടുക്കുമ്പോൾ അളവ് അല്പം കുറഞ്ഞാലും പ്രശ്നമില്ല. ശരിക്കും മണ്ണ് പരിശോധിച്ച ശേഷം മാത്രമേ എപ്സം സാൾട്ട് പോലുള്ളവ ഉപയോഗിക്കൂ. എല്ലാ മൂലകങ്ങളും ചെടികൾക്ക് കിട്ടുന്നതിനാൽ ചെടികളിൽ ധാരാളം ശിഖരങ്ങൾ ഉണ്ടാവുകയും ഒരുപാട് പൂവുകൾ കരുത്തോടെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഇതുവഴി വളർച്ചാഘട്ടങ്ങൾ ത്വരിതപ്പെടുന്നു. വേരുകൾ ശക്തമായതിനാൽ മണ്ണിലെ മറ്റ് മൈക്രോന്യൂട്രിയൻസുകൾ കൂടി ഇതിന് കിട്ടുന്നു. ചെടികളിൽ ഹരിതകം ഉണ്ടാകാനും നിറയെ പൂവുകളും കായകളും ഉണ്ടാകാനും അവ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഇതുവഴി പറ്റുന്നു. കുരുമുളക് ചെടിയായാലും എപ്സം സാൾട്ട് നല്ലതാണ്. മണ്ണിലിട്ട് കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ആവാം. ചുവട് ചെറുതായി ഒന്ന് കിളച്ച് വേരിൽ നിന്നും അല്പം മാറി തരികൾ വിതറാം. വളങ്ങൾ വിൽക്കുന്ന കടകളിലും കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിലും എപ്സം സാൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ചെറിയ പാക്കറ്റുകളും ഇപ്പോൾ ലഭ്യമാണ്. ഓൺലൈനായി വാങ്ങുമ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടാകും. നമ്മുടെ നാട്ടിലെ കടകളിൽ നിന്നും വാങ്ങിയാൽ മതി. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഇതിന് കറിയുപ്പുമായി യാതൊരു ബന്ധവുമില്ല. അതിനാൽ കറിയുപ്പ് എടുത്ത് ചെടികൾക്ക് ഇടരുത്.
സസ്യങ്ങൾക്ക് സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെ തരികൾ നേരിട്ട് ചെടികളുടെ ചുറ്റും നേർമയായി വിതറാം. ഒരു കാരണവശാലും കൂടിപ്പോകരുത്. ഇനി സ്പ്രേ ചെയ്യുന്നത് കഴിയുന്നതും അതിരാവിലെ തന്നെയാവാൻ ശ്രദ്ധിക്കുക. കാരണം ചെടികൾക്കിത് നന്നായി വലിച്ചെടുക്കാൻ സഹായകരമാവും. ചെടികളുടെ ഇലകൾ അല്പം വാടി ഇളമഞ്ഞ നിറത്തിൽ ഞരമ്പുകൾ തെളിഞ്ഞു വരുന്ന പ്രശ്നത്തിനും എപ്സം സാൾട്ട് ഉത്തമമാണ്. തക്കാളി ചെടികളുടെ ചുവട്ടിൽ തരികൾ ഇടുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യാം. തക്കാളി ചെടികൾക്ക് ഇത് വളരെ നല്ലതാണ്. മുളക് തൈകൾക്കും നല്ല വളർച്ച കിട്ടാനും കായ്ഫലം കൂട്ടാനും ഉത്തമമാണ്. വഴുതനങ്ങ പോലുള്ള ചെടികൾക്ക് ചുവട്ടിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പച്ചമുളക് ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. റോസാ ചെടിക്ക് സ്പ്രേ ചെയ്യുന്നത് വഴി പൂക്കളുടെ ഭംഗി കൂട്ടുന്നതിനും വലിപ്പം കൂട്ടുന്നതിനും നല്ലതാണ്. എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. എപ്സം സാൾട്ട് ഒരിക്കലും ചെടികൾക്ക് ഒരളവിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ചെടികളുടെ ഇല വാടിപ്പോവാനും കരിഞ്ഞു പോവാനും അഴുകിപ്പോവാനും സാധ്യതയുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.